ഹായ്, നമുക്കിന്ന് മത്തി മുളകിലിട്ടത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് നോൺ വെജ് മീലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ചോറിൻ്റെ കൂടെ മിക്കവാറും തരുന്നത് ഈ മത്തി മുളകിലിട്ടതായിരിക്കും. അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 8 ചെറിയ ഉള്ളി, ചെറുതായതുകൊണ്ടാണ് 8 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതി. 3 വലിയ വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 5 എണ്ണം വരെ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇപ്പോൾ ചതച്ചെടുക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ചതച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി. ഇനി ഇത് നമ്മൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം, അപ്പോഴേ അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്താലും മതി. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിൽ 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കണം, എന്നാലേ നല്ല കളർ കിട്ടുള്ളൂ. നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ടാൽ ഒട്ടും കളർ കാണില്ല, വെളുത്തിരിക്കും. 3 ടീസ്പൂൺ കാശ്മീരി മുളക് എന്ന് പറയുമ്പോൾ അത്ര എരിവൊന്നും കാണില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മൺചട്ടി നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത്. അതിലോട്ട് ഡയറക്റ്റ് പൊടി ചേർത്ത് കൊടുത്താൽ പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. മൺചട്ടി നല്ല ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് സിമ്മിലോട്ട് ഇടുക. ഈ എണ്ണ തെളിഞ്ഞു വരണം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്താൽ മതി. 3 കഷ്ണം കുടംപുളി, 1.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചു വരണം. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർക്കുമ്പോൾ മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 വലിയ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചിട്ട് മീഡിയം തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവി യൂസ് ചെയ്ത് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോവും. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. അങ്ങനെ ഇടണമെന്നില്ല, ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. എത്ര കറിവേപ്പില ഇട്ടാലും അത്രയും ടേസ്റ്റ് കൂടും. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. മത്തിക്ക് അത്ര വേവില്ല, 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പം 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ചാറ് കുറുകി വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. എല്ലാ മീൻകറിയും പോലെ തന്നെയാണ് ഇതും. പിറ്റേന്നാവുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോഴേ പുളിയും എരിവും ഒക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചു വരുള്ളൂ. ഇതൊന്നും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.